الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا عبده ورسوله الذي أرسله بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ പള്ളിയിൽ നമ്മെ ഒരുമിപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം അല്ലാഹു അവൻ്റെ സ്വർഗീയ പൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സർവ്വദോഷങ്ങളും എത്ര വലുതാണെങ്കിലും എത്ര നിസ്സാരമാണതെങ്കിലും അള്ളാഹു നമുക്കെല്ലാവർക്കും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, കാരണവന്മാർ, ബന്ധുമിത്രാദികൾ, കൂടപ്പിറപ്പുകൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശേഷിക്കുന്ന ജീവിതം പടച്ചവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനും അതേ റിളയിലായി ഈ ലോകത്ത് നിന്ന് വിട പറയാനും റബ്ബ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നസീബാക്കുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സംവിധാനിച്ചതിന് ശേഷമുള്ള സമയങ്ങളെയും ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ സംവിധാനിച്ചിട്ട് ഒരു മാസത്തിനെ അല്ലാഹു തആല അനുഗ്രഹങ്ങൾ കൊണ്ട് പ്രത്യേകമാക്കുകയുണ്ടായി. അങ്ങനെ അനുഗ്രഹങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതായ ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുൻകാലത്ത് ജീവിച്ചു പോയ സമുദായങ്ങൾക്കും ഒക്കെയും അല്ലാഹു തആല ഇതുപോലെ റമളാൻ മാസത്തിനെ പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും എന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രയോഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതും അതുതന്നെയാണ്. അവസാന പ്രവാചകരായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് മാത്രമായിരുന്നില്ല റമളാനും നോമ്പുമൊക്കെ നിർബന്ധമാക്കപ്പെട്ടിരുന്നത്. പക്ഷേ അന്ത്യപ്രവാചകരായ പ്രവാചകരുടെ ഉമ്മത്തായ നമുക്ക് നോമ്പിൻ്റെ രീതിയിൽ അല്ലാഹു തആല കുറെ ലഘൂകരണം വരുത്തിയിട്ടുണ്ട് എന്ന് തഫ്സീറുകളൊക്കെ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുൻകാലത്ത് ജീവിച്ചു പോയ പ്രവാചകന്മാരുടെ ശരീഅത്ത് നിയമങ്ങളെ സംബന്ധിച്ച് ചിലതൊക്കെ പറയപ്പെടുമ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ റമളാൻ മാസത്തിൻ്റെ വ്രതം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ്. എന്നാൽ അതിന് മുൻപുണ്ടായിരുന്നതായ സമുദായത്തിന് കേവലം ഒരു അല്പസമയം മാത്രമാണ് നോമ്പിൽ നിന്നും വിരമിക്കാനുള്ള സമയമുണ്ടായിരുന്നുള്ളൂ. രാത്രിയും പകലും ഒക്കെ നോമ്പായിരുന്നു. മറ്റൊരു സമൂഹത്തിനുണ്ടായിരുന്ന പ്രത്യേകത, ശരീരത്തിൽ വസ്ത്രത്തിൽ ഒക്കെ നജസ് പറ്റിയാൽ, ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ് പറ്റിക്കഴിഞ്ഞാൽ അത്രയും ഭാഗം മുറിച്ച് മാറ്റിക്കളയണമെന്നായിരുന്നു ആ മതത്തിൻ്റെ നമുക്ക് മുൻപുണ്ടായിരുന്നതായ ഇസ്ലാം മതത്തിൻ്റെ ഒരു നിയമം. അതായത് ശരീരത്തിൽ വിരലിൽ നജസ് പറ്റിയാൽ വിരൽ മുറിച്ചു മാറ്റണം, വസ്ത്രത്തിൽ നജസ് പറ്റിയാൽ വസ്ത്രം മുറിച്ചു മാറ്റണം. നമുക്ക്
അത്രയും ഭാഗം കഴുകി ശുദ്ധീകരിച്ചാൽ മതി. അള്ളാഹു നമുക്ക് നൽകിയ വലിയ തൗഫീഖാണ്. എന്നതുപോലെ പരിശുദ്ധമായ റമളാൻ മാസം അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെടുകയും സുന്നത്തിന് ഫർളിൻ്റെ പ്രതിഫലവും ഫർളിന് 10 മടങ്ങ് പ്രതിഫലവുമെല്ലാം നൽകിക്കൊണ്ട് അള്ളാഹു പരിശുദ്ധമായ റമളാനിനെ വീണ്ടും നമ്മിലേക്ക് പറഞ്ഞു വിടുകയാണ്. കേരളത്തിലെ ശഅബാൻ മാസത്തിൻ്റെ കണക്കനുസരിച്ച് ഇനി ഏകദേശം 8 അല്ലെങ്കിൽ 9 ദിവസം കഴിഞ്ഞാൽ, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ റമളാൻ ആരംഭിക്കുകയാണ്. ഖദ് അതാക്കും ഷഹറുൻ മുബാറക്കുൻ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ വിശുദ്ധമായ മാസത്തിൻ്റെ ആഗമനത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ഇതാ നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു മാസം വരികയാണ്. ആ മാസത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് സ്വർഗീയ വാതിലുകളെല്ലാം അതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആരുടെയും മുന്നിൽ സ്വർഗവാതിലുകൾ അടക്കപ്പെടുന്നില്ല. നരകവാതിലുകളെല്ലാം തന്നെ അടക്കപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം റമളാനിന് ശേഷം മാത്രമേ ഇനി തുറക്കപ്പെടുകയുള്ളൂ. അത്തരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം തെറ്റിലേക്ക് നയിക്കാൻ ഇരിക്കുന്ന പിശാചിനെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് സുഹൃതങ്ങൾ ചെയ്യാൻ, ആഗ്രഹത്തോടുകൂടി നന്മകൾ ചെയ്യാവുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള റമളാൻ ഇദാ ഖദ് അതാക്കും ഷഹറുൻ മുബാറക്കുൻ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതായ റമളാൻ ഇതാ നമ്മിലേക്ക് കടന്നു വരികയാണ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ സ്റ്റാറ്റസുകളിൽ നിറക്കാൻ പോകുന്നത് അതിഥി വന്നിരിക്കുന്നു, ഇതാ നമ്മുടെ അള്ളാഹു അയച്ചിട്ടുള്ളതായ വിശിഷ്ട അതിഥി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്നൊക്കെ നമ്മുടെ സ്റ്റാറ്റസുകളിൽ നിറയുമ്പോൾ അതിഥിയെ എപ്രകാരം സൽക്കരിക്കണമെന്നും അതിഥി തിരിച്ചു പോകുമ്പോൾ എപ്രകാരം മനസ്സ് നിറഞ്ഞിരിക്കണമെന്നുമെല്ലാം പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ റമളാൻ മാസത്തിനെ നമ്മളൊരു അതിഥിയായി കണക്കാക്കണം. നമ്മിലേക്ക് അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള നമ്മുടെ നന്മയ്ക്കു വേണ്ടി, നമ്മുടെ വിജയത്തിനു വേണ്ടി ഏതുപോലെ നമ്മളൊരു അപേക്ഷ കൊടുത്താൽ, ഒരു വൈദ്യുതിയുടെ കണക്ഷന് വേണ്ടി ഒരു അപേക്ഷ KSEBയിൽ നമ്മൾ കൊടുത്താൽ അതിൻ്റെ ഓവർസിയർ, KSEB പറഞ്ഞു വിടുന്നതായ ഒരു ഓവർസിയർ നമ്മുടെ വീട്ടിലേക്ക് പരിശോധനയ്ക്ക് വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ വരവേൽക്കുന്നു, നമ്മുടെ വീടും പരിസരവും കാണിച്ചു കൊടുക്കുന്നു, കൃത്യമായ അളവുകൾ കാണിച്ചു കൊടുക്കുന്നു, കൃത്യമായ രേഖകൾ കാണിച്ചു കൊടുക്കുന്നു. എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ളതായ ന്യൂനതകൾ സംഭവിച്ചാൽ ഞാൻ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരുമല്ലോ എന്നുള്ളതായ ഭയം കാരണം ദുനിയവിയായ അക്കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുകയും വന്നയാൾ കൃത്യമായ രേഖകളെല്ലാം കാണിച്ച് പിഴവുകളെല്ലാം പരിഹരിച്ച് കൃത്യമായി നമ്മൾ ആ ഓഫീസിലേക്ക് മടക്കി വിടാറുണ്ട്. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും നമ്മൾ ആ മനുഷ്യനെ നിരുത്സാഹപ്പെടുത്താറില്ല, ഉപദ്രവിക്കാറില്ല. അതുപോലെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വാഭാവികമായി നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ അയാൾക്കെന്തെങ്കിലും വണ്ടി ചെലവിനും നമ്മൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ദുനിയാവിയായ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുള്ളതാണ്. എന്നതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് സമാഗതമാകുന്ന ഈ വേളയിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവനാണെങ്കിൽ, അവൻ അന്ത്യദിനത്തിന് വിശ്വസിക്കുന്നവനാണെങ്കിൽ, അവൻ ഇസ്ലാമിൽ വിശ്വാസമുള്ളവനാണെങ്കിൽ, അവൻ യൗമുൽ ഖിയാമത്തിന് വിശ്വസിക്കുന്നവനാണെങ്കിൽ യുക്രിം ലൈഫഹു, അവനിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ അതിഥിയെ കൃത്യമായി ആതിഥേയത്വം വഹിച്ചുകൊണ്ട് കൃത്യമായി സൽക്കരിച്ച് വിടണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥി പരിശുദ്ധമായ റമളാനാണ്. ആ റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ബറാഅത്ത് മുതലേ ശഅബാൻ 15-ന്റെ അന്ന് മുതലേ നമ്മൾ വരവേൽക്കാൻ തയ്യാറായവരാണ്. നമ്മുടെ വീടും പരിസരങ്ങളെല്ലാം വൃത്തിയാക്കിയവരാണ്. അടക്കി വച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയവരാണ്. പൊടിപടലങ്ങളെല്ലാം നീക്കി വൃത്തിയാക്കി കൃത്യമായ ശുദ്ധീകരണ പ്രവർത്തികളെല്ലാം നടത്തിക്കൊണ്ട് ബറാഅത്തിന്റെ അല്ലാഹുവിലേക്ക് നമ്മൾ ദുആ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തവരാണ്. അതുമാത്രം പോരാ, പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ
ആ റമദാനിനെ അതിഥിയായി സ്വീകരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളാണ് കൃത്യമായി ശുദ്ധമാക്കേണ്ടിയിരിക്കുന്നത്. ആളുകളോടുള്ള വെറുപ്പ് പാടില്ല, കുടുംബക്കാരോടുള്ള അസൂയ പാടില്ല, അവർ തമ്മിലുള്ളതായ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. എല്ലാവരോടും സ്നേഹത്തോടെയും മനസ്സ് ശുദ്ധമാക്കിയും മനസ്സിൽ നിഫാഖില്ലാതെയും മനസ്സിൽ ഹസദില്ലാതെയും മനസ്സിൽ കുശുമ്പും കുന്നായ്മയും ഒന്നുമില്ലാതെയും പരിശുദ്ധമായ റമദാനിൽ നമ്മൾ വരമേൽക്കുമ്പോൾ ആ റമദാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുന്ന വേളയിൽ മഹ്ശറയിൽ വെച്ച് അല്ലാഹു തആല പരിശുദ്ധമായ റമദാനിനെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റമദാൻ, നിന്നെ അംഗീകരിച്ചവർ, നിന്നെ വരവേറ്റവർ ആരൊക്കെയാണ് എന്ന് നിനക്കറിയാമല്ലോ. അവരെ കൈപിടിച്ചുകൊണ്ട് സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ നീ കടന്നു പോയിക്കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനോട് പറയുമ്പോൾ ആ റമദാൻ മാസം മഹ്ശറയിൽ വട്ടമിട്ട് പറക്കുകയാണ്. മഹ്ശറ എന്ന് പറയുന്ന വിധാനത്തിൽ ആ റമദാൻ മാസം വട്ടമിട്ട് പറക്കുമ്പോൾ ആ റമദാനിനെ പരിഗണിച്ചവരെ, ബഹുമാനിച്ചവരെ റമദാൻ മനസ്സിലാക്കുകയും ആ റമദാൻ മനുഷ്യന്മാരെയെല്ലാം കൈപിടിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ, സ്വർഗത്തിനെ കാക്കുന്ന മലക്കുകൾ അവിടെ കടന്നു ചെല്ലുന്ന മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വേഗത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേർന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ റമദാൻ പറയുന്നു, ഞാൻ റമദാനാണ്, എന്നെ ബഹുമാനിച്ചവരാണ് എൻ്റെ കൂടെയുള്ളവര്. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ ഈ വിശുദ്ധമായ സ്വർഗത്തിലേക്ക് അവരെ കടത്തിക്കൊണ്ടു പോകുവാൻ അള്ളാഹു എനിക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ സ്വർഗത്തിലേക്ക് കടത്തിവിടണമെന്ന് റമദാൻ അവിടെ അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധമായ കിതാബുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റമദാനിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ റമദാൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. അല്ലാഹുവേ, വിശുദ്ധമായ റമദാൻ അതായത് 30 ദിനരാത്രങ്ങൾ, ഓരോ മണിക്കൂറുകൾ, ആ മണിക്കൂറുകൾ അല്ലാഹുവേ എനിക്ക് അനുകൂലമായി നീ സാക്ഷിയാക്കണം. എനിക്ക് അനുകൂലമായി നീ അല്ലാഹുവേ നിന്റെ മുന്നിൽ നിർത്തണം. ആ റമദാനിനെ അനുകൂലമായി നിർത്തണം, സാക്ഷിയായി നിർത്തണം. എനിക്കെതിരായിട്ട് റബ്ബേ നീ റമദാനിനെ സാക്ഷിയാക്കല്ലേ എന്ന് റമദാനിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ സംഗതി അതാണ്. റമദാൻ അള്ളാഹിന്റെ മുന്നിൽ ചെല്ലും. നമ്മളെയൊക്കെ അല്ലാഹു തആല അക്കൂട്ടത്തിൽ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ എല്ലാവരെയും അല്ലാഹു തആല അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിൽ 11 മാസം നമ്മൾ നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചു, നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിച്ചവരാണ്, ഇഷ്ടമുള്ളത് കഴിച്ചവരാണ്. അതിന് സമയമോ സാഹചര്യങ്ങളോ നമ്മളൊന്നും പരിഗണിച്ചിരുന്നില്ല. രണ്ടാളുകൾ, സുഹൃത്തുക്കൾ തമ്മിൽ കൂടുമ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോകുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു. ഭാര്യയും മക്കളുമായി സന്തോഷത്തിൽ ഏർപ്പെടുമ്പോൾ ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങുന്നു, കഴിക്കുന്നു. സമയങ്ങളോ അതിനുള്ള സാഹചര്യങ്ങളോ ഒന്നും നമ്മൾ പരിഗണിച്ചിരുന്നില്ല. അതുപോലെ തോന്നിയതുപോലെ നമ്മൾ കാണുകയും തിന്നുകയും കുടിക്കുകയും കേൾക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തവരാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസികും ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലയോ അക്രമികളായ മനുഷ്യരെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറയുന്നത് എന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ, മനുഷ്യരെ എന്നല്ല അല്ലാഹ് പറഞ്ഞത്, എൻ്റെ അടിമകളെ. എൻ്റെ അടിമകൾ എങ്ങനെയുള്ള അടിമകളാണ്? ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, മറ്റുള്ളവരെ ആക്രമിച്ചവരല്ല, സ്വന്തം ശരീരങ്ങളിൽ പടച്ചവന് പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ളതായ അതിക്രമങ്ങൾ കാണിച്ചവരെ, ഗീബത്ത് പറഞ്ഞവരെ, നമീമത്ത് പറഞ്ഞവരെ, കള്ള് കുടിച്ചവരെ, കളവ് പറഞ്ഞവരെ, വ്യഭിചാരത്തിലേക്ക് പോയവരെ, അല്ല അള്ളാഹുവിന് പൊരുത്തപ്പെടാത്തതായ അക്രമങ്ങൾ കാണിച്ചവരെ, ആളുകളെ വഞ്ചിച്ചവരെ, ഫിത്ന ഫസാദുകൾ പറഞ്ഞവരെ. എന്നാലും യാ ഇബാദി, നിങ്ങളെല്ലാവരും എൻ്റെ അടിമകളാണ്. അസ്റഫു അലാ അൻഫുസിഹിം, നിങ്ങൾ സ്വന്തം ശരീരത്തിൻ്റെ മേൽ അക്രമം കാണിച്ചവരാണ്. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, എന്നാലും നിങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരായി പോകണ്ട കേട്ടോ. എന്തൊരു വചനമാണ് പടച്ചവൻ ഈ പറയുന്നത്! എന്തൊരു വചനമാണ് പടച്ചവൻ ഈ പറയുന്നത്! ഇന്ന തെറ്റ് ചെയ്തവനെ എന്നല്ല, കള്ളു കുടിച്ചവനെ എന്നല്ല പറയുന്നത്,
വ്യഭിചരിച്ചവനെ എന്നല്ല പറയുന്നത്, ഗീബത്ത് പറഞ്ഞവനെ, നമീമത്ത് പറഞ്ഞവനെ, അല്ലെങ്കിൽ പലിശ ഭക്ഷിച്ചവനെ എന്നല്ല ഈ പറഞ്ഞത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റായി എന്തെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ തെറ്റുകളിൽ നിന്നും സർവവും ചെയ്തവനെ, ഏതെങ്കിലും ഒന്നു ചെയ്തവനെ, അള്ളാഹ്ക്ക് പൊരുത്തപ്പെടാത്തതായ എന്തെങ്കിലും തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, പടച്ചവൻ പൊറുക്കൂലാന്ന് നീ വിചാരിക്കണ്ട, പടച്ചവൻ പൊറുക്കൂലാന്ന് നീ വിചാരിക്കണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, സർവ്വതിനെയും അല്ലാഹു തആല മാപ്പ് നൽകുന്നവനാണ് കേട്ടോ, സർവ്വതിനെയും അല്ലാഹു തആല മാപ്പ് നൽകുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് വീണ്ടും പറയുന്നു, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, പടച്ചവൻ പൊറുക്കൂന്ന് മാത്രമല്ല അവൻ ഗഫൂറാണ്, അവൻ കരുണയുള്ളവനാണ് എന്നുകൂടി അല്ലാഹു തആല ആ ആയത്തിന്റെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുമ്പോൾ ഈ ഒരൊറ്റ ആയത്ത് മതി സ്വന്തം ജീവിതത്തിൽ വലിയ പാപങ്ങൾ, ചെറിയ ദോഷങ്ങളൊക്കെ വന്നു പോയിട്ട് എൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് പോകുന്നവന്റെ ജീവിതത്തിൽ വലിയ വെളിച്ചമുണ്ടാക്കാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ഒരായത്ത് മതി. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു തആല പാപങ്ങൾ മാപ്പാക്കുന്നവരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ചെറിയ പാളിച്ചകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള 30 ദിനരാത്രങ്ങളിൽ ഓരോ സെക്കൻഡുകളിലും നീ പടച്ചവനിലേക്ക് എന്തു പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. പടച്ചവനിലേക്ക് എന്ത് ദുആ ചെയ്താലും, ഇസ്തിഗ്ഫാർ ചെയ്താലും, തൗബ ചെയ്താലും, പശ്ചാത്തപിച്ചാലും എല്ലാം സ്വീകരിക്കാൻ തയ്യാറായി സ്വർഗീയ വാതിലുകൾ തുറക്കപ്പെട്ട് നരകവാതിലുകൾ അടക്കപ്പെട്ട് എണ്ണത്തിനനുസൃതമായി അനേകായിരം പ്രതിഫലങ്ങൾ നിനക്ക് നൽകിക്കൊണ്ട് പടച്ചവനിതാ പരിശുദ്ധമായ റമളാനിൽ നിന്നിലേക്ക് വിട്ടിരിക്കുകയാണ്. ആ റമളാൻ മാസത്തിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ, ആ റമളാൻ മാസത്തിൽ വേണ്ട വിധത്തിൽ ഇബാദത്തുകൾ ചെയ്യാതെ, പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും ആ റമളാനിനെ പറഞ്ഞു വിട്ടാൽ അള്ളാഹു ആ വിശുദ്ധമായ റമളാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നതായ സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത് മുബാറക്കായ മാസമാണ്, പരസ്പരം പോരടിക്കാൻ പാടില്ല. നിങ്ങളുടെ വീടുകളിൽ പള്ളികളിലൊക്കെ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഓതാൻ നിങ്ങൾ തയ്യാറാകണം. ആരെങ്കിലും അലിഫ് ലാം മീം എന്നൊരാൾ ഒരു മനുഷ്യൻ വിശുദ്ധമായ റമളാനിൽ പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലം വീതം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നൽകപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ റമളാൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ആ റമളാനിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കണം. ഒരാളും അതിനെ ഒഴിവാക്കാൻ പാടില്ല. നോമ്പനുഷ്ഠിക്കണം, ഖുർആൻ ഓതണം. പ്രത്യേകമായി നമ്മുടെ സമൂഹത്തിലുള്ളതായ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ മഹല്ല് നിവാസികൾ, സാമൂഹികമായി നമ്മൊക്കെ ജീവിക്കുമ്പോൾ, നല്ല നിലയിൽ ജീവിക്കുമ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, അവരെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതായത് സാമൂഹികമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പരിശുദ്ധമായ റമളാനൊക്കെ ആയി കഴിയുമ്പോൾ കുറെ കാലങ്ങളായി നമ്മുടെ മഹലിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് റമളാൻ കിറ്റ് വിതരണം ചെയ്യുക എന്നുള്ളത്. ഇന്ന് വ്യാപകമായി സംഘടനകളും മഹല്ലുകളും വ്യക്തികളും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ കുടുംബത്തിലും പലരും മനസ്സറിഞ്ഞുകൊണ്ട്, ഉള്ളറിഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി, ആ നിഅമത്തിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. റമളാൻ മാസത്തിന്റെ 1-ാമത്തെ ദിവസം മുതൽ റമളാനിന്റെ 30-ാമത്തെ അവസാനത്തെ ദിവസം വരെ നോമ്പ് തുറക്കാനുള്ളതായ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൊടിയും, നോമ്പ് പിടിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള അരിയും, അതിൻ്റെ പഞ്ചസാരയും, അതിൻ്റെ വെളിച്ചെണ്ണയും ഒക്കെ നമ്മളൊരു വീട്ടിലേക്ക്, ഒരു പാവപ്പെട്ടവൻ്റെ, സാധുവായ ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് കൈനീട്ടി സ്വീകരിക്കുന്ന ഉമ്മയോ വാപ്പയോ ആരുമാകട്ടെ, അവരുടെ മനസ്സറിഞ്ഞ് പറയുന്നൊരു അൽഹംദുലില്ലാ ഉണ്ടല്ലോ, ആ അൽഹംദുലില്ലാ നമുക്ക് ദുനിയാവിൽ വെച്ച് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ആഖിറത്തിൽ അല്ലാഹു തആല വലിയ പിടിവള്ളിയായി നമുക്കത് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നടക്കുന്ന, വ്യക്തിപരമായി ചെയ്യുന്ന, സംഘടനാപരമായി ചെയ്യുന്ന ഇത്തരത്തിലുള്ളതായ നന്മകളൊന്നും ഈ ഒരു കാര്യത്തിൻ്റെ പേരിലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ തരത്തിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ പേരിലാണ് ഓരോ സാഹചര്യങ്ങളും സമയവും അല്ലാഹു തആല നമുക്ക് വേണ്ടി നീട്ടിവെച്ച് തന്നിരിക്കുന്നത്. റമളാൻ മാസത്തിലേക്ക് ഇനി വരുന്ന ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെ റമളാനിലേക്ക് എത്തുമെന്നറിയില്ലല്ലോ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന നന്മകൾ അതിൻ്റെ പേരിലാണ്, നമ്മളൊക്കെ വലിയ ആളായതിൻ്റെ പേരിലല്ല.
ഇത്തരത്തിലുള്ളതായ നിസ്സാരമായ നന്മകളുടെ പേരിലൊക്കെയാണ് അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമായി ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ഇത്തരത്തിലുള്ളതായ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ളതായ റിലീഫ് പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഏറ്റെടുക്കണം. നമ്മുടെ മഹല്ല് എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടും പള്ളി കേന്ദ്രീകരിച്ച് നമ്മളുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ പരിചയക്കാർ അടക്കമുള്ളതായി ഈ മഹല്ല് നിവാസികൾ അനവധിയുണ്ട്. അവരിൽ ആർക്കെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ ചെറിയ ചെറിയ വിഹിതങ്ങളെല്ലാം എടുത്തുകൊണ്ട് അതിലേക്ക് സഹകരിച്ച് നമ്മുടെ റമദാൻ റിലീഫ് കഴിഞ്ഞ വർഷം നടത്തിയതിനേക്കാൾ വളരെ ഭംഗിയായി തന്നെ ഈ വർഷം നടത്താൻ